സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 5.3 തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10 and 11 ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ പ്രീവിയസ് വീഡിയോസിൽ ബാക്കി ഇതിന് മുമ്പുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സോ നമുക്ക് ഇനി 10th ക്വസ്റ്റ്യൻ നോക്കാം. Okay, so the 10th question. Show that A1, A2 up to AN form an arithmetic progression where AN is defined as below. AN is equal to, ഇതിൽ രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് AN is equal to 3 plus 4N. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് നമുക്ക് ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ തന്നിട്ടില്ല. സോ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് ആ അരിത്മെറ്റിക് പ്രോഗ്രഷൻ അതായത് ഇതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണോ എന്ന് നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, അത് പ്രൂവ് ചെയ്യണം. സോ നമുക്ക് തന്നിട്ടുണ്ട് AN ഈ ഫോമിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ AP-യുടെ ഓരോ ടേംസും എങ്ങനെയാണ് കിട്ടുന്നത്? ഈ ഒരു ഫോമിലയിൽ നിന്നാണ് ഓരോ ടേംസും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദ ഫസ്റ്റ് ടേം ഓഫ് ദി AP നമുക്ക് എങ്ങനെ കിട്ടും? ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ N is equal to 1 ആണ്. ഓക്കെ, അപ്പോൾ N-ന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം ഓഫ് ദി AP കിട്ടും. അതേപോലെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ടേം ഓഫ് ദി AP, ദെൻ തേർഡ് ടേം. നമുക്ക് പക്ഷേ ഇത് AP ആണെന്ന് അപ്പോഴും അറിയില്ല. ജസ്റ്റ് ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ് നമുക്ക് കിട്ടും 1, 2, 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിതൊരു AP ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് അവരുടെ കോമൺ ഡിഫറൻസ് സെയിം ആണെന്ന് കാണിക്കണം. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ കോമൺ ഡിഫറൻസ് സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? അതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന്. ഓക്കെ, ഓൾറൈറ്റ്, നമുക്കിനി ടേംസ് ഓഫ് ദി AP കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് ടേം ഓഫ് ദി AP ഇസ് ഈക്വൽ ടു A1 എന്തായിരിക്കും? A1 ഇസ് ഈക്വൽ ടു 3 plus 4N, ദാറ്റ് ഇസ് 4 into 1. A2, second term of the AP will be equal to 3 plus 4 into 2. A3 is equal to 3 plus 4 into 3. That is equal to 3 plus 4 equal to 7. 3 plus 8 equal to 11. 3 plus 12 equal to 15. ഓക്കെ, സോ മിനിമം ഒരു 3 നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിച്ച്. ഓക്കെ, നമുക്കിനി ഇത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഒരെണ്ണം കൂടി നമുക്ക് നോക്കിയേക്കാം. A4 കൂടി കണ്ടുപിടിക്കാം. A4 is equal to 3 plus 16, that is equal to 19. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണോ എന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഫസ്റ്റ് സെക്കൻഡ് ടേം മൈനസ് ദ ഫസ്റ്റ് ടേം, അതാണല്ലോ കോമൺ ഡിഫറൻസ്. A2 മൈനസ് A1 ഇസ് ഈക്വൽ ടു വാട്ട്? 11 മൈനസ് 7. അതേപോലെ A3 മസ്റ്റ് ബി, നമുക്കറിയാം ഇതാണ് ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതായത് ഓരോ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സെയിം നമ്പർ കിട്ടണം. അതായത് A2 മൈനസ് A1 മസ്റ്റ് ബി ഈക്വൽ ടു A3 മൈനസ് A2 മസ്റ്റ് ബി ഈക്വൽ ടു A2 മൈനസ് A3. ഓക്കെ, സോ A3 മൈനസ് A2 എന്ന് പറയുന്നത് എന്താ? A2 മൈനസ് A2 is 15 minus 11, that is equal to A4 minus A3, that is equal to 19 minus 15. ഇതിൻ്റെ എല്ലാം ആൻസർ എന്താണ്? ഈക്വൽ ടു 4 ആണ് അല്ലേ? 15 minus 11 is 4. 11 minus 7 is also 4. So therefore these numbers do have a common difference. ഓക്കെ, എല്ലാ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിനും നമുക്കുള്ളതൊരു കോമൺ ആയിട്ടുള്ളൊരു ഡിഫറൻസ് ആണ്. സോ ദെയർഫോർ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ആൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻ. ഓക്കെ, ഇപ്പം നമുക്ക് പ്രൂവ് ചെയ്തു ഇതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ ഫോർമുലാസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് സം ഓഫ് n ടേംസ് ഓഫ് an AP, അങ്ങനെയൊക്കെ. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ദാറ്റ് ഇസ് യു നീഡ് ടു ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 15 ടേംസ് ഓഫ് ദി AP. ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു ഷോ ദാറ്റ് this is an AP and then you need to find the sum of the first 15 terms of the AP. അതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ AP ആണെന്ന് പ്രൂവ് ചെയ്ത് ഇനി നമുക്ക് എന്ത് കിട്ടി? സോ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഇസ് 7, 11, 15 etc. സോ അതിൽ നിന്ന് യു ഗോട്ട് A is equal to 7, കോമൺ ഡിഫറൻസ് is equal to 4 and N നമുക്ക് 15 ടേംസിന്റെ ആണ് സം കണ്ടുപിടിക്കേണ്ടത്. therefore N is equal to 15. Alright, so ഇത്രയും ഇൻഫർമേഷൻസ് നമുക്കറിയാം. ആൻഡ് വി നോ ദ ഫോർമുല ടു ഫൈൻഡ് ദ സം ഓഫ് n ടേംസ് ഓഫ് an AP. Sn is equal to n by 2 into 2a plus n minus 1 into t. Okay, now substituting the values we get S sum of 15 terms is equal to 15 by 2 into 2a, that is 7 plus
n is 15, therefore n minus 1 is 14 into common difference is 4. Alright, so 15 by 2 into 7 2s are 14 plus 14 4s are 56. സോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 2 കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റുമായിരുന്നു, എന്നിട്ട് 2 ക്യാൻസൽ ആക്കി കളയാൻ പറ്റും. സോ ഞാൻ അങ്ങനെ ചെയ്തില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു now 56 plus 14 is 70. 15 by 2 into 70. Now 70 and 2 cancel area. So the answer is 15 into 35. That is equal to 525 is the answer. Okay, so simple question ആയിരുന്നു. ഇതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് നമുക്ക് ഫോം ആ ANന്റെ ഫോർമുല മാത്രം വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ സെക്കൻഡ് പാർട്ട് ഇതാണ്. AN is equal to 9 minus 5n. സോ നമുക്ക് തന്നിട്ടുള്ള ഫോർമുലയിൽ വ്യത്യാസമുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ ആണ്. ദാറ്റ് ഇസ് വി നീഡ് ടു പ്രൂവ് ദാറ്റ് ഇസ് ആൻ AP. അതിനെ നമ്മൾ ഓരോ ടേംസ് ഓഫ് ദി AB കഴിഞ്ഞു A1 2 3. ഓക്കെ, സോ A1 is equal to 9 minus 5, that is equal to 4. A2 is equal to 9 minus 5 into 2, that is 10, that is equal to minus 1. A3 is equal to 9 minus 5 into 3, that is 15, that is equal to negative 6. Similarly, A4 is equal to 9 minus 5 4s are 20, that is equal to minus 11. ഓക്കെ, സോ 4 വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതി. സോ നമുക്ക് 4 വാല്യൂസ് അപ്പം ആ സീരീസിന് കിട്ടി. ഇനി വി നീഡ് ടു പ്രൂവ് ദാറ്റ് ഇറ്റ് ഇസ് ആൻ AP. ദെർഫോർ എന്ത് ചെയ്യണം? A2 minus A1 is equal to minus 1 minus 4, that is equal to minus 5. Similarly, ഇതെന്തായിരിക്കണം? It must be equal to A3 minus A2, that is equal to minus 6 minus minus 1, that is equal to again minus 5. A4 minus A3 is equal to minus 11 minus minus 6, that is equal to minus 5. So നമുക്ക് മനസ്സിലായി ഈ എല്ലാത്തിനും എന്താണുള്ളത്? They have got a common difference and therefore it is an arithmetic progression. So നമുക്ക് സീരീസ് കിട്ടി, that is 4 minus 1 minus 6. ഇതാണ് നമ്മുടെ AP. And the first term of the AP is 4 and the common difference is minus 5. Now നമുക്ക് ഫോർമുല അറിയാം. സം ഓഫ് n ടേംസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സം ഓഫ് 15 ടേംസ് is equal to സെയിം തന്നെ 15 by 2 n by 2 into 2a plus n minus 1 is 15 minus 1 is 14 into common difference is minus 5. Okay, that is equal to ഇപ്രാവശ്യം നമുക്ക് 2 കോമൺ എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 15 into 2 കോമൺ എടുത്തു. സോ ഫസ്റ്റ് ടേമിൽ ബാലൻസ് എന്തുണ്ട്? 4 ഉണ്ട്. പ്ലസ് സെക്കൻഡ് ടേമിൽ 2 കോമൺ എടുത്തപ്പോൾ 7 ആയിട്ട് മാറി ഇൻറ്റു minus 5. Okay, so 2 get cancelled. Now 15 into 4 plus minus 35. Minus 35, that is subtraction ആണ് വരിക. That is equal to 15 into negative 31. Okay, that is equal to minus 465 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, സോ നമ്മുടെ 11th ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഇപ്പോൾ ചെയ്തതിനേക്കാളും കുറച്ചും കൂടി ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ, സോ എന്താണെന്ന് നോക്കാം. സോ ഇഫ് ദ സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് ഓഫ് an AP is 4n minus n square, what is first term, the second term, sum of the first 2 terms, the second term, the third term, the 10th term, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ നമുക്ക് ഫോർമുലയാണ് നേരത്തെ പോലെ തന്നെ തന്നിട്ടുള്ളത്. ദാറ്റ് ഇസ് 4n minus n square. പക്ഷേ ഇത് എന്തിൻ്റെ ഫോർമുല? AN അല്ല, the sum of first n terms. SNന്റെ ഫോർമുലയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, SN, sum of n terms. സോ നമുക്ക് ഫസ്റ്റ് ടേം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫസ്റ്റ് ടേം നമുക്കിപ്പോൾ ഫസ്റ്റ് ടേം എന്നിന് പകരം ഇവിടെ നമ്മൾ 1 ഇട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആക്ച്വലി നമുക്ക് കിട്ടുന്നത് എന്താ? സം ഓഫ് ഫസ്റ്റ് ടേം മാത്രം വേറെ ഒന്നുമായിട്ട് ആഡ് ചെയ്തിട്ടില്ല. അതായത് നമുക്ക് n 1 ആയിട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് ആക്ച്വലി കിട്ടാൻ പോകുന്നത് ഫസ്റ്റ് ടേം ഓഫ് ദി AP ആയിരിക്കും, അല്ലേ? സോ S1 is equal to 4 into 1 minus 1 square. That is again 1, that is equal to 3. Sum of first term. Sum of first term means അതിൽ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അത് തന്നെയാണ് ഫസ്റ്റ് ടേം. സോ 3 is the first term of the AP. പക്ഷേ ഇനി നമ്മൾ സം
2 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ S2 is equal to 4 into 2 minus 2 square, that is equal to 8 minus 4 equal to 4. ഈ 4 എന്ന് പറയുന്നത് ആക്ച്വലി എന്താ, സം ഓഫ് 2 ടേംസ്, അതായത് ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം ചെയ്തപ്പോൾ ഉള്ള ആൻസർ ആണ് ഈ 4 എന്ന് പറയുന്നത്. അത് സെക്കൻഡ് ടേം അല്ല, എന്താണ്, സം ഓഫ് 2 ടേംസും ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സെക്കൻഡ് ടേം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ടേം ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ പോരെ. ഓക്കെ, സോ സം ഓഫ് 2 ടേംസ് ആണ് 4. ഫസ്റ്റ് ടേം എന്താണെന്ന് നമുക്കറിയാം, ദിസ് ഈസ് ഈക്വൽ ടു എ തന്നെയാണ്. ഓക്കെ, സോ 4 minus 3 will be the second term, that is equal to 1, that is equal to the second term of the AP. സോ ഇത്രയും ചെയ്തപ്പോൾ തന്നെ നമുക്ക് എ കിട്ടി, സം ഓഫ് 2 ടേംസ് കിട്ടി ആൻഡ് A2 കിട്ടി. സോ നമ്മുടെ AP എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ഓഫ് ദി AP is 3, second term is 1. So the common difference is what? Common difference is 1 minus 3, that is equal to minus 2 ആണ് common difference. Okay, so A3 എന്താണ്, A3 is equal to A plus 2D. നമുക്കിനി എല്ലാം ഈ ഫോർമുല വെച്ച് തന്നെ ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാം ഈസി ആയിട്ട്. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ തേർഡ് ടേം ഇസ് ഈക്വൽ ടു സം ഓഫ് 2 ടേംസിനെ കണ്ടുപിടിച്ച് ഈ സെയിം മെത്തേഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ ഈ ഫോർമുല നമുക്ക് ഡി അറിയാമല്ലോ. സോ A3 is equal to ഫസ്റ്റ് ടേം ഓഫ് ദി AP നമുക്കറിയാം, ഫസ്റ്റ് ടേം ഇസ് 3 plus 2 into common difference is minus 2, that is equal to 3 plus minus 4 equal to minus 1. Minus 1 ആണ് തേർഡ് ടേം. ഇനി എന്ത് വേണം, 10th ടേം. A10 is equal to A plus 9D, 9 into common difference, that is equal to 3 plus minus 18, that is equal to minus 15 is the 10th term. സോ ഇതാണ് നമ്മുടെ 11th ക്വസ്റ്റ്യൻ. 11th ക്വസ്റ്റ്യൻ 10th ക്വസ്റ്റിനെക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമുക്ക് സമ്മാണ് തന്നിട്ടുള്ളത്, പക്ഷെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ അടുത്ത വീഡിയോയിൽ അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം.